ഹായ് ഫ്രണ്ട്സ്, ദിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മൈൻഡ് മെഗാമേളയിലാണ് കേട്ടോ. അനൂപും ഫാമിലി ഇവിടെ ഉണ്ട്, അവരുടെ കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ ഫ്ലൈറ്റ് കാണാം. ഞങ്ങൾ ഏകദേശം 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 12 മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ ഏകദേശം ഒരു 3:15 എത്തി. പക്ഷേ ഞങ്ങൾക്ക് പക്ഷെ പാർക്കിംഗ് കിട്ടിയില്ല. ഇവിടെ പാർക്കിംഗ് ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ 3:15 ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ കയറുന്നത് 4:45 കേട്ടോ. അതുവരെ ഞങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങുമായിരുന്നു. ഇവരുടെ പാർക്കിംഗ് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. എന്ന് വെച്ചാൽ പതുക്കെ ഇത് ചെയ്തിട്ട് അപ്പം പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അത് പരിപാടി അവിടെ എന്തൊക്കെയോ പാട്ടും ഡാൻസൊക്കെ ഉണ്ട്. നമുക്ക് പോയി അകത്ത് നോക്കാം കേട്ടോ. ഇവിടെയാണ് വണ്ടി ഇട്ടേക്കുന്നത് കേട്ടോ. ഹായ് ബ്രോ, എന്നാ ഉണ്ട് വിശേഷം? പേരെന്നാ ബ്രോയുടെ? എന്റെ പേര് ജിഷിൻ, ഞാൻ വെസ്റ്റ്വാഡിൽ നിന്നാണ്. ഓക്കെ. എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഞാൻ കുറച്ചു നേരം വന്നിട്ട്, പക്ഷെ എനിക്ക് പാർക്കിംഗ് കിട്ടിയില്ല. ഭയങ്കര പോയോ പുള്ളി? വരുമോ? വീണ്ടും വരുമോ? ഓക്കെ. ആണോ? കളിച്ചായിരുന്നു. ഓക്കെ. ഇനി വൈകിട്ട് വീണ്ടും വരുമോ പുള്ളിക്കാരൻ? കാണും അല്ലേ? ഓക്കെ. എവിടെ വണ്ടിയൊക്കെ എവിടെ ഇട്ടേക്കുന്നത്? അങ്ങിട്ടേക്കോ അല്ലേ? പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ഏതോ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ, സ്പോട്ട് ചെയ്യട്ടെ. ഡ്യൂട്ടിയാ, നൈറ്റ് ഡ്യൂട്ടിയാ. ഓക്കെ എന്നാ ശരി. പേര് പറഞ്ഞു? രേഷ്മ. ഓക്കെ. കണ്ടതിൽ സന്തോഷം. കണ്ടോ നീ ഫ്രണ്ടിനെ കണ്ടോ? ഓഷിനെ കണ്ടു. ഹലോ, ഹായ്, എന്നാ ഉണ്ട് വിശേഷം? നല്ലയാ. ഇവക്ക് ഇവളെ കാണാൻ വേണ്ടിയായിരുന്നേ. പോവല്ലേ, വേറെങ്ങും പോവല്ലേ, കൈവിട്ട് പോവല്ലേ കേട്ടോ. ഡാഡിയുടെ കൂടെ തന്നെ നിക്കണം. ഫുൾ ക്രൗഡാ, നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല ആൾക്കാരുണ്ട്. നമ്മുടെ അനൂപ് ബ്രോ ഒരു ഹായ് പറഞ്ഞോ. ഹലോ, ഇവിടെ വൻ വൈബാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര ആൾക്കാരാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഒരു മിനി തൃശ്ശൂർ പൂരം പോലെയാണ് മൈൻഡിന്റെ പരിപാടി. പക്ഷെ ഭയങ്കര ക്യൂ, എല്ലാത്തിനും ഭയങ്കര ക്യൂ ആണ്. ഒത്തിരി സ്റ്റാളുകളൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര തിരക്ക്. ഇത് അയർലൻഡിലെ, ഇത് യൂറോപ്പിലെ തന്നെ എനിക്ക് ഏറ്റവും വലിയ മലയാളികൾ ഗ്യാദർ ചെയ്യുന്ന ഒരു ഇതുപോലെ എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല, സംഭവം അടിപൊളിയാണ്, അടിപൊളി വൈബാണ്. ഭയങ്കര ബഹളമാണ്. DJ ഉണ്ട്, ഡാൻസ് ഉണ്ട്, വടംവലി ഉണ്ട്, അപ്പുറത്ത് സ്പോർട്സ് വടംവലി നടക്കുന്നുണ്ട് അപ്പുറത്ത്. സംഭവം ഒരു രക്ഷയില്ല. പിള്ളേരുടെ കളിക്കാനുള്ള ഗെയിംസുകളുണ്ട്. പിള്ളേര് മിസ്സായി പോയാൽ ഭയങ്കര പണിയായിരിക്കും. കിട്ടാൻ ഭയങ്കര പണിയാണ്, കാരണം ഭയങ്കര ക്രൗഡല്ലേ. എന്തായാലും ഞങ്ങളൊരു ചായ കുടിക്കുക. കുഞ്ഞു അവിടെ നിക്കണേ, ഇവിടെ കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഫ്ലാഷ് മോബാ. ഫ്രണ്ട്സ്, അവിടെ ഫ്ലാഷ് മോബ് എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓരോരോ ഫുഡ് കൗണ്ടറിലേക്കുള്ള ക്യൂ ആണ് ഇത്രയും ഭയങ്കരമായിട്ട്. ഇത് ഷീല പാലസിന്റെ ഫുഡ് കൗണ്ടറാണ്. അതിന്റെ അപ്പുറത്ത് KRS, അങ്ങനെ കുറെ ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതുവഴി അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ വേറെ എന്തോ ഫുഡ് കൗണ്ടറാണ്, സിൽവർ ഇന്ത്യൻ കിച്ചൺ. അങ്ങനെ ഇവിടെ എല്ലാം നമ്മുടെ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഹായ് പറഞ്ഞോ. പേരെന്നാ ബ്രോയുടെ? മാത്യൂസ്. അവിടെ ഉണ്ടായിരുന്നോ? മയോയിലുണ്ടായിരുന്നോ? ഓക്കെ. സുഖമായിട്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചോ നിങ്ങള്? ഓക്കെ. വൈഫ് നൈറ്റാ. ഫുഡൊക്കെ കഴിച്ചോ? വന്നിട്ട് കഴിച്ചു. ഓക്കെ, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ. ഓക്കെ, താങ്ക് യു. ബാ.
ഫ്രണ്ട്സ് ഇവിടെ എന്തോ ഒരു ഫാഷൻ ബൊട്ടീക്കിൻ്റെ ആണ്, മിൻസാര ഫാഷൻ ബൊട്ടീക്ക്. അപ്പം ഇതേ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ സെയിലിന് വെച്ചേക്കുന്നത്. നമുക്ക് വേറൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. പേര് പറഞ്ഞോ ബ്രോ? സേതു. ഓക്കെ, ഇവിടെ ഡബിളിലാണോ നിങ്ങള്? ഓക്കെ, എങ്ങോട്ട് പരിപാടിയൊക്കെ? ഫുഡൊക്കെ കഴിച്ചോ? ഫാമിലി എന്ത്, വൈഫൊക്കെ എന്ത്? ആ അവിടെ ഉണ്ട്. ഓക്കെ, മോളുടെ പേരെന്നാ? മാഗ്ന, മേഘ്ന. ഓക്കെ ഓക്കെ, കണ്ടതിൽ സന്തോഷം. ഇല്ല, നൈറ്റാ അത് വന്നില്ല. ശരി, താങ്ക് യു. ഇനി ഇവിടെ ഇപ്പൊ പിള്ളേരുടെ കുറെ പരിപാടികളാണ് വെച്ചേക്കുന്നത് കേട്ടോ. മറ്റേ ബഞ്ചി അല്ല, മറ്റേ ജമ്പ് ചെയ്യുന്ന ട്രാംബളിൻ ജമ്പ് പോലത്തത്, പിന്നെ അതിന്റെ അപ്പുറത്ത് എന്തൊക്കെയോ റൈഡുകൾ, ഫൺ പ്ലേ ഏരിയ ആണ്. പിന്നെ ഹലോ വ്ളോഗ, ഒരു ഹായ് പറഞ്ഞു. പേര് എന്താ? ബിൻസി. നൈറ്റാ കണ്ടതിൽ സന്തോഷം. കുഞ്ഞു കയറാൻ നോക്കട്ടെ. ചാടല്ലേ നമുക്ക് പേ ചെയ്യേണ്ടി വരും. ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ ഈ പരിപാടിയിൽ. അപ്പോൾ അതിനകത്ത് എൻ്റെ കയ്യിൽ ആകെ 5 യൂറോ ഇരിപ്പോളായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് കുഞ്ഞൂസിനെ ഒരു സ്ഥലത്ത് കയറ്റി. കൊള്ളാമോ? ഡാഡി കൂടെ വന്നിട്ട് പോണേ. ആ, അയ്യോ എത്ര ആൾക്കാരുണ്ടേ. നോക്കിയേ, അങ്ങോട്ട് നോക്കിയടി, നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഭയങ്കര ആൾക്കാരാണ്, ഒത്തിരി ആൾക്കാരുണ്ട്. ഭയങ്കര ക്രൗഡാണ്. ഇത്രയും മലയാളീസ് ഉണ്ടെന്നുള്ളതാണ് അയർലൻഡിൽ. ഒരു ഉത്സവം പോലുള്ള ആൾക്കാരുണ്ട്. പതുക്കെ കൊള്ളാം. ഹലോ, പേര് പറഞ്ഞു? രതീഷ്. നീന. ഓക്കെ ഞാൻ നോക്കാം എന്തായാലും. എങ്ങനെ ഉണ്ടാക്കാം? ഓക്കെ കണ്ടതിൽ സന്തോഷം. എൻജോയ്. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരാളെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ദുബായിലെ ജോജു ബ്രോയുടെ കൂടെ വർക്ക് ചെയ്തിരുന്നത് ഫ്രണ്ടാണ് അല്ലേ? പേര് പറഞ്ഞു ബ്രോ? ഷിൻഡോ. ഓക്കെ, ഞാൻ എന്തായാലും വീഡിയോ പുള്ളിക്ക് ലിങ്ക് അയച്ചേക്കാം. ഓക്കെ, ജോജുബായി നമ്മുടെ നല്ലൊരു സുഹൃത്തായിരുന്നു. ഇപ്പൊ നാട്ടില് സെറ്റിലായി അവര്. ഓക്കെ, അപ്പൊ കണ്ടതിൽ സന്തോഷം. അവിടെ പാട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് അങ്ങോട്ട് പോയി നോക്കാം. കുഞ്ഞിനൊരു കോട്ടൺ ക്യാൻഡി വാങ്ങിക്കൊടുത്തു കേട്ടോ. ഇവിടെ എല്ലാം കാർഡാണ് എടുക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലായിടത്തും റവല്യൂട്ടും കാർഡല്ല, ക്യാഷ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് റവല്യൂട്ട് പേ ചെയ്യുന്ന ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്, ഇവിടുത്തെ ഉള്ളൊരു സ്റ്റോളിൽ നിന്ന് കേട്ടോ. ജസ്റ്റ് ഒരു കോട്ടൺ ക്യാൻഡി. ഒരു ഹായ് പറഞ്ഞു. ഹലോ, സുജിത്ത്. ഇന്ദു. ഓക്കെ, എത്ര നാളായി ഇവിടെ വന്നിട്ട്? 2 വർഷമായി. ഓക്കെ, വീഡിയോസ് കാണുന്നതിൽ ഒത്തിരി സന്തോഷമായി. ഓക്കെ, താങ്ക് യു. നിങ്ങൾ നാട്ടിലെവിടെ? കോഴിക്കോട്. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.
ഒരു സ്നേഹം അയക്കണം. അങ്ങ് പൊട്ടിക്കോണം എല്ലാരും ചേർന്ന്. ഓക്കെ, ഈ പാട്ട് വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, കുഞ്ഞോളെ ചിരി കുളിക്കണ മുത്തോളെ വഴിയരികിൽ പൂത്തു നിൽക്കണ പിന്നാരെ ചിരിക്കണ നേരത്തിൽ അടുത്തു വന്നവനാരാണ് അവനൊരിക്കലും ചൊന്ന കാര്യമെന്താണ് നിങ്ങള് നേരം മഴ കരുന്നവനാരോ മറ്ററിഞ്ഞൊരു മൈനയ്ക്ക് തിരുപ്പുന്ന് ഇളമാനിനേക്കാൾ നീളമുള്ള കണ്ണ് ബ്രോ ഒരു ഹായ് പറഞ്ഞോ. പേരെന്നാ ബ്രോയുടെ? സോബി. നമ്മള് ദുബായ് വെച്ച് കണ്ടിട്ടുണ്ടല്ലേ? ഇവിടെ വെച്ച് കണ്ടപ്പം എനിക്ക് മനസ്സിലായില്ല, കുറെ നാളുകൾക്ക് ശേഷമല്ലേ നമ്മൾ കാണുന്നത്. ഒരുപാട് വർഷമായി. അതെ അതെ. ഇവിടെ വന്നിട്ട് എത്ര നാളായി? 2 കൊല്ലം. അയർലൻഡ് എങ്ങനെയുണ്ട്? വൈബാ? കൊച്ചും വൈഫൊന്നും വന്നില്ല അല്ലേ? വന്നില്ല. ഓക്കെ ഓക്കെ, കണ്ടതിൽ സന്തോഷം. ഫ്രണ്ട്സ്, ഫാഷൻ ഷോ എന്തോ നടക്കുവാണേ. ഫാഷൻ ഷോ. എന്ത് വാങ്ങിയത് കുഞ്ഞൂസ്? കുഞ്ഞൂസ് അവിടെ നിന്ന് ഒരു ടോയ്സ് വാങ്ങിയേ. കൊള്ളാം കൊള്ളാം. വേറെ സാധനം വാങ്ങി. ഓക്കെ, കൊള്ളാം. ഫ്രണ്ട്സ്, നമ്മൾ ആ കണ്ട ദോശ ആ ട്രക്കിൽ നിന്ന് ഒരു ബിരിയാണിയും വാങ്ങി ഞാനും കുഞ്ഞൂസും ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ഇപ്പം എന്താ കുറച്ച് കട്ട്ലറ്റ് ഓരോന്നിന്ന് എന്ന് വെച്ചാൽ സമൂസ, കട്ട്ലറ്റ്, അങ്ങനെയുള്ള വടയെല്ലാം കൂടെ ചേർത്തിട്ട് ഓരോന്നിന്ന് സ്നാക്സ് പോലെ ഇവിടുന്ന് വാങ്ങി കേട്ടോ. റെഡ് ചില്ലീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോളിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോളും ഫുള്ളായി കേട്ടോ. ഫുള്ള് വിറ്റഴിഞ്ഞു, അത്രയ്ക്ക് ആൾക്കാരുണ്ട്. അപ്പം കുഞ്ഞൂസിന് ഐസ്ക്രീം വാങ്ങി. അപ്പോൾ കുഞ്ഞൂസ് നന്നായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചു. എല്ലാം ഫിനിഷായി കേട്ടോ. പരിപാടി ഇപ്പോഴും അവിടെ നടക്കുവാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നിന്നിട്ട് ഞങ്ങളങ്ങ് പോകും കേട്ടോ. You would have gone to UK അല്ലെങ്കിൽ US, Canada, Australia, അങ്ങനെ പല സ്ഥലത്തും പോയിട്ടുണ്ടായിരിക്കും. Tell us about the audience of Ireland.
യു വെരി മച്ച്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് രാത്രി 8:30 നല്ല പൊരുവയിലത്ത് ഒരു ഫംഗ്ഷൻ വരുന്നത്. സോ താങ്ക് യു ഫോർ മേക്കിംഗ് ദാറ്റ് പോസിബിൾ. വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് മേ ബി. ബട്ട് എനിവേ വെരി മോർ എന്താ പറയുക, ഒരുപാട് സന്തോഷം. രാവിലെ ഐ മീൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ വേറൊരു ഗ്രൂപ്പ് ഓഫ് എന്തൂസിയാസ്റ്റിനെ കണ്ടു. വൈകിട്ട് വന്നപ്പോൾ നിങ്ങളെ വൈബ് കൂടുകയല്ലാതെ കുറയുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ലേ. താങ്ക് യു, ദാറ്റ് മീൻസ് എ ലോട്ട്. എല്ലാവരും അടിപൊളി വൈബിലാണെന്ന് തോന്നുന്നു ഇവിടെ. ഹോപ്പ് സോ. സോ ദാറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ. ഒരുപാട് സന്തോഷം. രാവിലെ വന്നവരെയും അല്ല ഉച്ചയ്ക്ക് വന്നവരെയും വൈകിട്ട് വന്നവരെയും നിങ്ങൾ ഒരുപാട് ആൾക്കാരെയും ഒരുപാട് എന്താ പറയാ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ കാണാനായിട്ട് സാധിക്കുന്നത്. ചെറുപ്പക്കാരാണെങ്കിലും ഫാമിലി ആണെങ്കിലും ചെറിയ ചെറിയ തോട്ടാസ് ആണെങ്കിലും എല്ലാവരും നല്ല ഇടപെട്ട് ഡ്രസ്സുകളിലും കോസ്റ്റ്യൂംസുകളിലും നല്ല വൈബും ആ ചിരിയും ആ സന്തോഷവും ആ എനർജി കാണാനായിട്ട് സാധിച്ചു. ഒരുപാട് സന്തോഷം. ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ലാണ് സത്യം. പക്ഷെ വീട്ടിൽ ചെന്ന ഭാര്യയ്ക്ക് കഞ്ഞിയും പയറും വെച്ചു കൊടുക്കേണ്ട, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. കല്യാണം കഴിച്ചവർക്ക് അറിയാം എന്റെ വിഷമം ഇങ്ങനെയൊക്കെ അല്ലേ. കണ്ടില്ല പോണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. ഞാനൊന്ന് കുഞ്ചാക്കോ ബോബന്റെ പേര് പറയുമ്പോ തന്നെ ഓക്കെ. സോ ലെറ്റ് മീ ഷോ ഇറ്റ് ടു യു. ജസ്റ്റ് ദി ഫീമെയിൽസ് ഓൺ ദിസ് സൈഡ്. Can we hear it from കുഞ്ചാക്കോ ബോബൻ please? This side, I can guarantee you it is going to be bigger than the other side. So from this side please. What a love, Chakuja, what a love they have shown for you, and it is because of what you are. Thank you so much for giving us those amazing movies, and thank you so much for being you. Thank you. Okay, we are going to move on to our prize distribution. ഫ്രണ്ട്സ്, ഇനിയിപ്പം കുഞ്ചാക്കോ ബോബനെ ഞങ്ങൾ കണ്ടു കേട്ടോ. ഇനിയിപ്പം പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പം നമ്മൾ പതുക്കെ പോവുക കേട്ടോ. 8:45. ഇനിയിപ്പോൾ ഞാനും കുഞ്ഞൂസും പതുക്കെ വീട്ടിലേക്ക് പോകാം. കുഞ്ചാക്കോവിനെ കണ്ടു. അപ്പം മൈൻഡ് മെഗാമേള കണ്ടു. ഹലോ, എന്നാണ് വിശേഷം? പേരെന്നാ ബ്രോയുടെ? റജു. ഓക്കെ. ആയൂർ എവിടെയാ? ഓയൂരാണ് കറക്റ്റ്. ഓയൂർ. ഓക്കെ ഓക്കെ. ഞങ്ങൾ ആയൂർ ജംഗ്ഷനിൽ തന്നെ, സെന്റ് ജോർജ് സ്കൂളിന്റെ ഒക്കെ അടുത്താണ്. എത്ര നാളായി അയർലൻഡിൽ? അയർലൻഡിൽ ഇപ്പൊ 2-3 വർഷമായി. ഫാമിലി എല്ലാം എല്ലാരും ഇവിടെ ഉണ്ട്. മോളുണ്ട്, വൈഫുണ്ട്. ഓക്കെ, കണ്ടതിൽ സന്തോഷം. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളപ്പോ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കുഞ്ഞൂസ് എൻ്റെ കൂടെ നല്ല ഗുഡ് ഗേൾ ആയിട്ടിരുന്നു. കുഞ്ഞൂസ് പറയുന്ന എല്ലാം കേട്ടു. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അപ്പം കുട്ടികളെ മിസ്സാവുന്നതൊക്കെ അവരിങ്ങനെ വിളിച്ച് കുഞ്ഞൂസിന് പോകുന്ന വഴിക്ക് ഒരു പോപ്കോൺ വാങ്ങണമെന്ന് പറയുന്നുണ്ട്. പോപ്കോൺ ഷോപ്പ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം കേട്ടോ. പിന്നെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഓക്കെ. പിന്നെ ശരിക്കും നല്ല ക്രൗഡഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു ഉത്സവവും തൃശ്ശൂർ പൂരവും ഒക്കെ പോലത്തെ അത്രയും നല്ല ക്രൗഡ് ഉണ്ട്. അപ്പൊ ഇത്രയും മലയാളീസ് ഇന്ത്യൻസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര സന്തോഷം കേട്ടോ. ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ എല്ലാവരും നമ്മുടെ ആൾക്കാരാണ്. പിന്നെ ഇന്ത്യൻസിന് വേണ്ടി നടത്തുന്ന പരിപാടി ആയതുകൊണ്ട്, കേരളക്കാർക്ക് സ്പെഷ്യലി വേണ്ടി നടത്തുന്ന പരിപാടിയുണ്ട്. നമ്മൾ മലയാളം മാത്രമേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതാണ്. എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ഗ്യാതറിംഗ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ ഇടയ്ക്ക് മിസ്സായി പോകുന്നത് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ മിസ്സാവുന്നത്, കീ മിസ്സാവുന്നത്, അതുപോലെ മൊബൈൽ ഫോൺ മിസ്സാവുന്നത്. അപ്പം ഇപ്പോൾ ഓടുന്നൊക്കെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ മറ്റേ GPS ബാൻഡ് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാൻഡ് അവരുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ അതുപോലെ കാർ പാർക്കിങ് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ ആ സ്പോട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ വാട്സപ്പിലോട്ട് ഇട്ടിരുന്ന നമുക്ക് പെട്ടെന്ന് തന്നെ കാറ് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ, തിരിച്ചു വന്നിട്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് നമ്പരോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയാ കാറ് ഇട്ടേക്കുന്നതെന്നുള്ളത് നമ്മളിങ്ങനെ തപ്പി പിടിച്ച് ഇത് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് രണ്ടും എനിക്ക് തോന്നി നല്ല പരിപാടിയായിരുന്നു. ഒരുപാട് എന്ന് വെച്ചാൽ വരുന്നവർക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഒത്തിരി ആൾക്കാർ എന്ന് വെച്ചാൽ നല്ല വൈബായിരുന്നു. എന്ന് വെച്ചാൽ നല്ല രസമുള്ള വൈബായിരുന്നു.
അപ്പം ഇനിയും ഇതുപോലെ ഇഷ്ടം പോലെ പരിപാടികൾ അയർലൻഡിൽ വരുന്നുണ്ട്. ഇപ്പം ഡബ്ലിൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അയർലൻഡ് ചെറിയ രാജ്യം ആയതുകൊണ്ടും നമുക്ക് ഡബ്ലിൻ വലിയ ദൂരം ഇല്ലാത്തതുകൊണ്ടും വെറും 2 മണിക്കൂർ 14 മിനിറ്റ് 15 മിനിറ്റേ ഉള്ളൂ. അപ്പം ഞങ്ങൾ നേരെ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ പോയി കിടന്നുറങ്ങും. വെറും 2 അവർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം നമുക്കത് ഭയങ്കര കൺവീനിയന്റ് ആണ് ജസ്റ്റ് ട്രാവൽ ചെയ്ത് ഇങ്ങനത്തെ പരിപാടികൾ അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഓക്കെ, അപ്പൊ അടുത്തൊരു കിടിലം പരിപാടിയായിട്ട് വീണ്ടും കാണാം. നല്ലൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.